ശ്രുതി, എന്തിനാ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? എന്നെ വിളിക്കരുത്, കാണരുതെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ? സുധി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, നീ ഇനി ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഏലസ് പണി തുടങ്ങി. പ്ലീസ് സുധി. നീ കുടുംബത്തോട് ചെയ്തൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. അമ്മ പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് നിന്നോട് പറയാനുമില്ല. അമ്മ പറയുന്ന അനുസരിച്ച് നടക്കാൻ സുധി എന്താ കൊച്ചുകുട്ടിയാണോ? സുധി താലി കെട്ടിയ പെണ്ണാ ഞാൻ, അത് മറക്കണ്ട സുധി. അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ വലിച്ചെറിയാൻ കഴിയില്ല സുധിക്ക്. അതെ, കെട്ടുതാലിയുടെ മഹത്വം നിനക്കറിയില്ല. അറിയുമായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും എന്നോട് ചെയ്യില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ നീ എന്നെ ഇങ്ങോട്ട് വിളിക്കരുത്. എനിക്കൊരല്പം. എടി, നീ എന്തിനാടി എന്റെ മോനെ വിളിക്കുന്നത്? ഇനി വിളിച്ചാ നീ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ഞാൻ തല്ലും. ആന്റി, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ ശബ്ദം കേൾക്കുന്നത് പോലും എനിക്ക് അറപ്പാ. ഇനി എന്റെ മോന്റെ ജീവിതത്തിലേക്കും ഈ കുടുംബത്തിലേക്കും വലിഞ്ഞു കയറാൻ നോക്കരുത്. തിരികെ വരാമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെച്ചേക്കും. നടക്കില്ല അത്. നീ എന്താടി ഒന്നും മിണ്ടാത്തെ? പറയടി, പറ. അമ്മേ മതി, നിർത്ത്. സുധി, എടാ, വേണ്ട രീതിയിൽ കൊടുത്തില്ലെങ്കിൽ അവള് വീണ്ടും വീണ്ടും വിളിക്കും. ഇനി എന്ത് കൊടുക്കാനാ? കൊടുക്കേണ്ടതൊക്കെ കൊടുത്തില്ലേ? ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയില്ലേ? അമ്മേ, ഞാൻ സംസാരിക്കുന്നതിനിടയിൽ അമ്മ എന്തിനാ ഫോൺ പിടിച്ച് വാങ്ങിയത്? എന്തിനാ അമ്മ വഴക്ക് പറഞ്ഞത്? എനിക്ക് പറയാനുള്ളത് ഞാൻ അവളോട് പറയില്ലേ? അമ്മ എന്തിനാ അതിനിടയിൽ കയറി ഇടപെട്ടത്? എടാ, ഞാൻ ഒന്നും പറയണ്ട. ഇവിടെ എല്ലാരും കണക്കാ. മനുഷ്യന്റെ സ്വസ്ഥത കളയുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെയൊക്കെ ഹോബി. മനസമാധാനത്തോടെ കടയിലിരിക്കാൻ പറ്റുന്നില്ല, അതാ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോ അതിന്റെ അപ്പുറം. ഒന്ന് പോയി തരൂ ഇവിടെ നിന്ന് പുറത്തേക്ക്. എനിക്ക് കുറച്ചു നേരം ഒന്ന് തനിച്ചിരിക്കണം, ഒറ്റയ്ക്കിരിക്കണം. എന്താണ് നീ പറഞ്ഞേ? ഞാൻ മുറിന്ന് വെളി പോണല്ലേ? അപ്പോ ഞാൻ നിനക്കൊരു ശല്യായില്ലേ? ഈ മുറിന്ന് പോകാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ ഈ വീട് വിട്ട് പോകാനൊന്നുമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒന്ന് പോ അമ്മേ. നീ എന്നോട് തന്നെ ഇത് പറയണം. എനിക്കിത് കിട്ടണം. സന്തോഷായടാ മോനെ.